ഹായ് മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം നിങ്ങളൊക്കെ കാത്തിരുന്ന് നമ്മുടെ അടുത്ത നെക്സ്റ്റ് എക്സാം വരാൻ പോവുകയാണ് ഡിസംബർ 29 സൺഡേ. അപ്പോൾ കേരളത്തിൽ നമ്മുടെ 2 മണിക്കാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ GCC കൺട്രീസിലാണെങ്കിൽ 12:30 മുതൽ 2 മണി വരെയാണ് എക്സാം ഉള്ളത്. അപ്പം നിങ്ങളെല്ലാവരും പഠിച്ച് പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്. ഇനി ആകെ നമുക്ക് എത്ര ദിവസമേ ഉള്ളൂ? 3 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പം ഇനിയും പഠിക്കാൻ റെഡി ആയിട്ടില്ല, വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കുകയാണെങ്കിൽ ഇനിയുള്ള ദിവസമെങ്കിലും നമ്മൾ തന്നിട്ടുള്ള ഓരോ സബ്ജക്റ്റിൻ്റെ സിലബസ് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ തന്നിട്ടുള്ളത് വെച്ച് പഠിക്കുക. നല്ലോണം പ്രിപ്പയർ ചെയ്താൽ നമ്മുടെ സൈലത്തിൻ്റെ സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് എൻട്രി ആവാൻ പറ്റുന്നത്, അതും 100% സ്കോളർഷിപ്പോട് കൂടെ. അപ്പം ഏതൊക്കെ സെൻറ്റേഴ്സിലാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ മിസ് പറയുന്നത്. ഇതുവരെ നമ്മൾ കണ്ടതുപോലെയല്ല, ഇപ്രാവശ്യം നിങ്ങൾക്ക് കൂടുതൽ സെൻറ്റേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം കുറേ കുട്ടികളുടെ സൗകര്യാർത്ഥം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് സെൻറ്റേഴ്സ് ഓരോ ജില്ലയിൽ വരുന്നതെന്ന് മിസ് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആലപ്പുഴയിൽ നമുക്ക് 2 സെൻറ്റേഴ്സ് ഉണ്ട്. ഒന്ന് SDV ബോയ്സ് HSS, അതുപോലെ തന്നെ മാതാ സീനിയർ സെക്കൻഡറി സ്കൂള് തുമ്പോളി. പിന്നെ എറണാകുളത്തും 2 സെൻറ്റേഴ്സ് ഉണ്ട്. ഒന്ന് മാതാനഗർ പബ്ലിക് സ്കൂൾ കടവന്ത്ര, അതുപോലെ കളമശ്ശേരി നജദ് പബ്ലിക് സ്കൂൾ. പിന്നെ ഇടുക്കിയിൽ ഒസനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി കട്ടപ്പന. കണ്ണൂരിലും ഇതുപോലെ 2 സെൻറ്റേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കണ്ണൂർ, അതുപോലെ സൈലം ലേണിംഗ് നമ്മുടെ സൈലത്തിൻ്റെ സെൻറ്ററിലായിരിക്കും എക്സാം ഉണ്ടാവുക. അതുപോലെ കാസർഗോഡ് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട്, അതുപോലെ കൊല്ലം കരിക്കോട് TKM സെൻറ്റനറി പബ്ലിക് സ്കൂളാണ്. കോട്ടയത്ത് നമ്മുടെ ഗിരിദീപം ബദനി സെൻട്രൽ സ്കൂളാണ്, കളത്തിപ്പടിയാണ്. അതുപോലെ കോഴിക്കോട് നമുക്ക് 5 വ്യത്യസ്ത സെൻറ്റേഴ്സുകളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് പാവങ്ങാട് MES സെൻട്രൽ സ്കൂൾ പുതിയങ്ങാടി, 2 കന്നോത്ത് ഹിൽസ് ആൻഡ് ഐ സെൻറ്റർ ഓഫ് എക്സലൻസ് ആണ്, 3 നമ്മുടെ ചെലവൂരിലാണ് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അതുപോലെ ഗോവിന്ദപുരം ശ്രീഗോകുലം പബ്ലിക് സ്കൂളുണ്ട്. പിന്നെ കോഴിക്കോട് മാങ്കാവിൽ പ്രസ്റ്റീജ് പബ്ലിക് സ്കൂൾ, കോഴിക്കോട് തന്നെയാണ് മാങ്കാവിൽ വരുന്നത്. മലപ്പുറത്ത് ഇതേപോലെ നമുക്ക് 3 സെൻറ്റേഴ്സുകൾ അവൈലബിൾ ആണ്. മലപ്പുറത്ത് പ്രസൻറ്റേഷൻ HSS പെരിന്തൽമണ്ണ, അതുപോലെ AV സ്കൂൾ പൊന്നാനി, പിന്നെ ഫറൂഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കോട്ടക്കൽ. പാലക്കാടിലേക്ക് വരുമ്പോൾ നമ്മുടെ സൈലത്തിൻ്റെ ട്യൂഷൻ സെൻറ്ററിലായിരിക്കും നിങ്ങൾക്ക് സെൻറ്റർ ഉണ്ടാവുന്നത്. അതുപോലെ പത്തനംതിട്ട കാത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ നമുക്ക് 4 സെൻറ്റേഴ്സുകൾ അവൈലബിൾ ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമ്മുടെ വിജയഗിരി പബ്ലിക് സ്കൂൾ, പിന്നെ IAS ചിറ്റിലപ്പള്ളി, സെൻറ്റ് വിൻസെന്റ് പല്ലോട്ടി, സേക്രഡ് ഹാർട്ട് CGHSS. അതുപോലെ ട്രിവാൻഡ്രത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 4 ഡിഫറെൻറ്റ് സെൻറ്റേഴ്സുകൾ അവൈലബിൾ ആണ്. ഒന്ന് ശ്രീകോകുലം പബ്ലിക് സ്കൂൾ ആറ്റിങ്ങൽ, സരസ്വതി വിദ്യാലയം വട്ടിയൂർക്കാവ് കരിമംകുളം, പിന്നെ മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ സെൻട്രൽ സ്കൂള് കുഴിവില, അതുപോലെ ചിന്താലയ വിദ്യാലയമുണ്ട് കള്ളിക്കാട്. ഇനി വയനാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ സെൻറ്റ് ജോസഫ്സ് കോൺവെന്റ് സ്കൂൾ കൽപ്പറ്റയാണ്. അപ്പോൾ ഇത്രയും സെൻറ്റേഴ്സുകളാണ് നമ്മുടെ നെക്സ്റ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ഏകദേശം 28 സെൻറ്റേഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ദിവസം നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. നമുക്ക് ഈ ഒരു +1+2നോടൊപ്പം തന്നെ നീറ്റ് ചെയ്യും നല്ല അടിപൊളിയായിട്ട് പഠിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, ഞങ്ങളെല്ലാം റെഡിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഇനി രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ തന്നിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് മക്കളെ.